வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா சுவாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். வணக்கம். ஓகே, பார்ட் 1 and 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 3 குள்ள போயிடலாம். தானே பார்த்து யாரா இத்தனை டைம் மாத்துறேன். നൈസ് ഹോം. அதான் பசங்க கூட விளையாடுறா. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പപ്പ? പെണ്ണ് കാണൽ ഉഴപ്പിയപ്പോ അത് നിന്റെ കുസൃതിയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ അതങ്ങനെയല്ല, ശരിയല്ലേ? ശരിയാണോന്ന് ചോദിച്ചാ ആരാ കക്ഷി? கட்சி, ശ്യാം? പപ്പ പപ്പയോട് പറയാൻ മാത്രം എന്തെങ്കിലും ആയിന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാ കുറച്ച് ദിവസമായി ഞാൻ ഡിസ്റ്റർബ്ഡാ. അവനോട് disturbed. എനിക്ക് എന്തോ അതിനെ ഇഷ്ടമെന്നൊക്കെ പറയാവോ? അങ്ങനെയും പറയാം, എന്തോ ചിലപ്പോ വേറെ ഒരു ഇൻഫാച്യൂഷൻ ആയിരിക്കും. അങ്ങനെ ആവാം. മത്താച്ച എന്തെങ്കിലും ഒന്ന് തീർത്ത് പറ. ആവാമായിരിക്കാം, ഒരുമാതിരി കാലാവസ്ഥ പ്രവചനക്കാരെ പോലെ. അവന് തിരിച്ചെങ്ങനെയാ? എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. അവൻ പറഞ്ഞിട്ടുമില്ല. ഇല്ല. പപ്പ എനിക്ക് വയ്യ. please കളിയാക്കല്ലേ? ഓ കഷ്ടം, എന്റെ മാനം കളയാൻ നിന്നെ ഞാൻ എങ്ങനെ വളർത്തിയതാടി. നീ ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവനെ കുത്തിന് പിടിച്ചു നിർത്തി എടാവേ തന്നെ എനിക്കിഷ്ട എന്ന് പറയൂന്നായിരുന്നു എന്റെ വിശ്വാസം. എവിടെ എന്നിട്ട് പാതിരായ്ക്ക് മോന്തയും വേർപ്പിച്ചിരുന്ന് ചാനല് മാറ്റി കളിക്കുന്നു. നീ ആരടി? സീരിയലിലെ നായികയോ? എന്റെ അല്ലുകുട്ടി, ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നണം. പക്ഷേ ഇതൊന്നും നമ്മുടെ ജീവിതത്തെ മോശമായ രീതിയിൽ ബാധിക്കാൻ പാടില്ല. പപ്പ ഒന്ന് പറയാം, ആണുങ്ങൾക്ക് ഈ പ്രായത്തിൽ ഇതൊക്കെ ഒരു പാസിംഗ് ഫാൻസിയാ. സംശയമുണ്ടോ? ഉണ്ട്. എടി അന്നാമ്മേ, നിനക്ക് അവനോട് താല്പര്യമാണെന്ന് അറിഞ്ഞിട്ടാവരുത് അവന് നിന്നോട് ഇഷ്ടം തോന്നാൻ. അവനാവണം അതാദ്യം നിന്നോട് പറയേണ്ടത്. പറഞ്ഞാൽ നിന്റെ ഇഷ്ടം ഞാൻ അംഗീകരിക്കും. മറിച്ച് സംഭവിച്ചാലും நல்லா இருக்கே. പപ്പയ്ക്ക് തീരുമാനിക്കാം ബാക്കി എന്തും. ശ്യാം, ശ്യാം ഏതാ സ്വതപ്പ പോയത്? ഹലോ ശ്യാം. അവള് കിടന്നു. സന്തോഷ വാർത്ത അറിഞ്ഞില്ലേ? കല്യാണം ഉറപ്പിച്ചു. നല്ല പയ്യൻ. പോച്ച്. ഇനി എന്റെ മോളായിട്ട് അവനെ ചീത്തയാക്കായിരുന്നാ മതി. അപ്പോ എല്ലാവിധ സഹകരണങ്ങളും അഡ്വാൻസ് ആയിട്ട് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ. എന്താ ഒരു അഭിനയം. ഭരത് ഗോപി മാറി നിൽക്കും. നിന്റെ അല്ലേടി അപ്പൻ. ഭയങ്കര ഫീൽ ആയിട്ടപ്പല. നമ്മുടെയൊക്കെ സ്വപ്നഭൂമിയായ സെന്റ് മേരീസ് വിമൻസ് കോളേജിൽ കാലുകുത്തുവാനും അവിടുത്തെ அங்க பாரு பின்னாடி ப்ராப்பர்ட்டி சார். യുവജനോത്സവത്തിൽ സജ്ജരാക്കാനും നമുക്ക് അവസരമുണ്ടാക്കി തന്ന ഈ ശ്യാമിനോടുള്ള മുടിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ യൂത്ത് ഫെസ്റ്റിന്റെ പേരിൽ കള്ളടിച്ച് കുന്തം പറയാൻ ഇങ്ങനെ ഒരു ഹോട്ടൽ മുറി സെറ്റപ്പ് കുന്തം പറയാനാ എന്നർത്ഥം? ശ്യാമിനോടുള്ള ചിയേഴ്സിൽ കുതിർന്ന നന്ദി ഞാനും രേഖപ്പെടുത്തുന്നു. സത്യത്തിൽ തനിക്ക് നാടകം വല്ലതും അറിയാമോ? സ്പോർട്സ് മീറ്റ് താനേ, അല്ല കൾച്ചർ. കൾച്ചർ മാഷേ. ഒരു തവണ കലാപ്രതിഭ നോണിങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. എന്നാൽ താൻ തന്നെ സംവിധായകൻ. ചവിട്ടു നാടകം ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കും. ഉവ്വ, പെമ്പിള്ളാർ ചവിട്ടി കലക്കും. അപ്പൊ പിന്നെ എന്റെ റോൾ എന്താ? നീ അസിസ്റ്റന്റ് ഡയറക്ടർ. ഞങ്ങൾക്കൊക്കെ ചായ കൊണ്ടു തരുന്ന ആൾ. രംഗനിയന്ത്രണം ഞാനാണ്. അതെ, കത്തം വലിക്കുന്ന ആൾ. എന്താടാ ശ്യാമ ഒരു ഉഷാറില്ലാത്ത? இது டீ-ஷர்ட்ஸ் நல்லா இருக்கு. இந்த டைம்ல ஃபேமஸ் இதெல்லாம். എടാ മതിയടാ, ഇപ്പൊ തന്നെ കൊറേ ആയി. ഒന്ന് പറ പാപ്പ. നിന്റെ വിഷമം എന്താണെങ്കിലും പറ, ഞങ്ങളൊന്ന് സന്തോഷിക്കട്ടെ. ഇല്ല, അവളില്ലേ, അവളുടെ കല്യാണം ഉറപ്പിച്ചു. ലെവല് ലെവല് ഞാനീ മാറ്റി. അതിന് നിനക്കെന്തത്ര വിഷമം? നിങ്ങൾക്ക് അറിഞ്ഞൂടെ അവളുടെ ഒരു നേച്ചർ. അവൾക്ക് പറ്റിയ ഒരുത്തിനൊന്നും അല്ലെന്നേ ആ മാനുവല്. അവള് ഭയങ്കര ഡിപ്രസ്ഡാ. അവളുടെ ഡിപ്രസിയേഷൻ നമുക്ക് മാറ്റിയാലോ? Depreciation. അവനെ വീട്ടിൽ കയറി 2 എണ്ണം പൊട്ടിക്ക. പൊട്ടിക്കേ അതൊന്നും വേണ്ട. നിന്റെ സ്റ്റൈൽ ഓപ്പറേഷൻ ഈ കേസിൽ വർക്ക്ഔട്ട് ആവൂല. ഞാനൊരു സ്മൂത്ത് ആയിട്ടൊരു അപ്രോച്ച് இப்பதான் correct. സ്മൂത്ത് ഓപ്പറേറ്റർ. കലക്കാൻ പോകുമ്പോ കണ്ടാൽ മാന്യൻ എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരാൾ വേണം. നീ വാ. ഞാനില്ല. വേണ്ട, നീ വരണ്ട. പാപ്പാ, തൂക്കിയെടുത്ത് വണ്ടിയിലിട്. ഞാനില്ലാഞ്ഞിട്ടാ. വേണ്ട, ഇതൊക്കെ മോനെ ബാ. ഈ നട്ടപ്പാതിരാക്കി. മോനെ പോക്ക് മാത്രമുള്ള നട്ടപ്പാരക്ക് തിരിച്ചു വരുമ്പോ നേരം വിളിക്കും. അവര് പോലീസിനെ വിളിക്കും. പോലീസ് കൊണ്ടുപോയ ജാമ്യക്കാര് വരുന്നവരും ജെട്ടി പുറത്ത് നിർത്തും. അയ്യേ, ഇട്ടില്ലെങ്കിൽ പോലീസുകാര് പറയും അയ്യെന്ന്. ബാബാ, ഇതെന്താ ബാലക്കാരന്റെ വീടാ? ഗേറ്റിന് കിരീടം വെച്ചേക്കണം. അതെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കൂകിയാ മതി, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോക്കോളാം. പോവാനൊന്നും പറ്റില്ല. തൊണ്ടടിച്ചിരിക്കുക. குடிச்சிட்டு வர போறாங்க பேட் காம்போ. இது அவங்க வீடா அவன் வீடா? നിനക്കെങ്ങനെ മനസ്സിലായി? പൊന്നു വീട് மாதிரி தெரியல, பையன் വീട് நினைக்கிறேன். അവര് കള്ളുടിച്ചെടുക്കൂരുന്നില്ലേ? എനിക്ക് ഈ മിണ്ടിയും പറഞ്ഞൊന്നും ശീലമില്ല. ഈ
തൊട്ടും തോണ്ടിയൊക്കെ പരിചയമുള്ളൂ കോപ്പ ഏതോ മുമ്പ് നടക്കുന്നത്. ഞാൻ ഓപ്പൺ ചെയ്യും ബാക്കി നീ കൊണ്ടുപോയിക്കോണം. അത് ശരി, നീ ഓപ്പൺ കൊണ്ട് ഇങ്ങാറ് വന്നാ അപ്പൊ സോറ് ഓപ്പൺ ചെയ്യാൻ ചെയ്യും. ഓടാ പള്ളി പെരുന്നാൾ ആട്ടുകുട്ടിക്ക് എല്ലാமே ഈ இருக்குது. കാശ് വല്ല പാവങ്ങൾക്ക് ദാനം ചെയ്താല് അവര് ഒരു നേരം ചീട്ട് കളിച്ച് കളയൂലേ. മാഡമോ എന്നെ മനസ്സിലായില്ലേ? നമ്മള് കണ്ടിട്ടുണ്ട്. ഞാൻ ശ്യാം. ദിസ് ഇസ് മൈ ഫ്രണ്ട് പപ്പൻ. അല്ല പവൻ. പറയാം തന്നെ. എന്നതാ ആരാ ഇവരൊക്കെ? ആ അത് ഹലോ അങ്കിൾ, എന്നെ മനസ്സിലായില്ലേ? Bad nobody. പപ്പ അങ്കിള് നല്ല വീശാണ് കേട്ടാ. എന്നതാ കാര്യം? ഞങ്ങളൊരു സീരിയസ് കാര്യം ഡിസ്കസ് ചെയ്യാൻ വന്നതാ. ഈ പാതിരാക്കാ പാതിരാത്രി പറയേണ്ടത് പാതിരാത്രി പറയണം, പുലർച്ചെ പറയേണ്ടത് പുലർച്ചെ പറയണം. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട നേരത്ത് പറഞ്ഞില്ലെങ്കിൽ പറയേണ്ടാത്ത കാര്യങ്ങൾ പറയേണ്ടാത്ത നേരത്ത് പറഞ്ഞില്ലെന്ന് പറയും. ടങ് ട്വിസ്റ്റർ ആസാം. അതൊക്കെ പോട്ടെ, ഏതാ ബ്രാൻഡ്? മറന്നു അല്ലേ? പെറ്റ തള്ളയെയും കുടിച്ച കളിനെയും മറക്കരുതാണ് ശാസ്ത്രം. താനേതാ? എന്തിന്? നാളെ നിങ്ങൾ എന്നെയും മറന്നു എന്ന് പറയില്ലേ? പറഞ്ഞാലും മനസ്സിലാവും. ബ്രോ 4 എണ്ണം അടിച്ചിട്ട് നാക്ക് കുഴയാതെ നഗരം നഗരം മഹാസാഗരം എന്ന് പാടാൻ പറ്റുമോ? ഞാൻ മദ്യപിക്കാറില്ല. പറ്റില്ല. സ്നേഹം കൂടുമ്പോ ഭാര്യയെ തൂക്കിയെടുത്ത് സിനിമയെ കാണുന്ന പോലെ ഡാൻസ് കളിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. നടുവുളുക്കും. കണ്ണും കുടിച്ചേച്ച് വാലും തലയില്ലാത്തൊരു വർത്താനം. ശ്ശോ, പപ്പ ചേട്ടന്റെ പേരും പപ്പന്ന, എന്റെ പേരും പപ്പന്ന. അത് പാപ്പ. പപ്പ ഒന്ന് ചുമ്മാരി. എനിക്കറിയാം ഇവരെ, ആൻഡ് ഫ്രണ്ട്സാ. ആ അതാണ് പ്രശ്നം. മാൻ മാത്യൂസ്. ഞാൻ മാത്യു. ഞാനിപ്പോ പറഞ്ഞില്ലേ, ഇതാണ് ആൻ മാത്യൂസിന്റെ ഭർത്താവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. ഇതൊന്നും തന്നെ പോലൊരു മണഗുണാഞ്ചനെ കൊണ്ട് പറ്റൂല എന്ന് അവക്കറിയാം. പറ്റും. ദാ ഇവര് തമ്മിൽ മുടിഞ്ഞ പ്രേമല്ലേ? അതറിയാത്തതായി ആകെ 2 പേരേ ഉള്ളൂ. അത് നിങ്ങ 3 പേരാ. അയ്യോ. എണ്ണം തെറ്റിപ്പോയി. ഇത് അവളുടെ റാങ് അപ്രോച്ച്. ആ അറിയാം. ഓ, നീ ഇതൊന്നും വിശ്വസിക്കണടാവേ. വേണ്ട, വിശ്വസിക്കണ്ട. പക്ഷെ പള്ളിയിൽ വിളിച്ചു കൊല്ലുമ്പോ നിന്നെ ഇഷ്ടമല്ല എന്ന് അവള് പറയും. ഞാൻ വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. ഇതേ കാരണവരെ വെറുതെ റിസ്ക് എടുക്കണോ? പാപ്പ ഈ പപ്പനെ വാടാ. ഈ പപ്പനെ നഗരം നഗരം ജയശ്രീ എങ്ക? മഹാസാഗരം ഇവിടെ ഇരിക്കാണ്. പോണ്ടേ? വാ. പോവാൻ വരട്ടെ. സത്യം പറ, അവക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം ആയതുകൊണ്ട് മാത്രമാണോ നീ ഇത് കേൾക്കാൻ നോക്കിയത്? വെരി ഗുഡ് പോയിന്റ്. അല്ലാതെ നിനക്ക് അവളെ ഇഷ്ടമായതുകൊണ്ടല്ല. അയ്യോ, ചോദിച്ചതല്ലേ ഉള്ളൂ. കൊല്ലും ഞാൻ വേറെ ഒരാള് പറഞ്ഞ. അപ്പൊ ഒത്തിട്ടാ. അത് തന്നെയാണല്ലേ? ആ അത് തന്നെ. എന്താ എനിക്കൊന്നും ആയിക്കൂടെ? അല്ല, നീ ഇത് അവളോട് പറഞ്ഞിട്ടുണ്ടാ? ഓ ഇല്ല. ഞാനിത് എങ്ങനെ പറഞ്ഞാലും ഒരു പൈങ്കിൾ ടച്ച് വരും. പൈങ്കിൾ touch. അറിയാലോ, എന്റെ വാല് മുറിയും. ഇതാവുമ്പോ സേഫാ. മാനുവലോ അവന്റെ അപ്പനോ അവളെ ഇപ്പൊ തന്നെ വിളിച്ച് കാര്യം പറയും. ഒരു ചമ്മലിന്റെ ചെലവില്ലാതെ അവള് കാര്യം അറിയുകയും ചെയ്യും. എങ്ങനുണ്ട് മച്ചു? നീയാണ് പുലി. വാ കേറ്. പുലി വളയിച്ച്. സത്യം പറഞ്ഞിട്ട് പോയാ മതി. എന്ത് സത്യം? എടാ, നീ ഞങ്ങൾക്ക് കള്ളും മേടിച്ചെന്ന് ഞങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഷോയ്ക്ക് ഒരു മോഡലിനെ കിട്ടാൻ വേണ്ടി മാത്രമാ. ഓ കളിയാ, നീ ഇത് എപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. ശരിയാ, നിനക്ക് പോലും ഇത് മനസ്സിലായി. എന്നിട്ട് എന്താ അവക്ക് ഇത് മനസ്സിലാവാത്തെ? പിന്നെ ഈ ചള്ളു പിള്ളേരെ പോലെ അവൾക്ക് തെരിയുമേ? ഇഷ്ടമാണെന്നും പറഞ്ഞ് പുറകെ നടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ പിന്നാലെ നടക്കാൻ എന്തെങ്കിലും കാരണം വേണ്ടേ? അതാണ് ഈ ഫെമിനാ ഷോ. കള്ള ഡിസൈനറേ. ഗോലിക്ക് വീഴ്ച. കാമോമാര് വന്ന് വണ്ടി കയറി. இவங்க என்ன வந்து சொல்லி தரப்போறாங்க என்னன்னு தெரியலையே. അതാണ് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ഇതാണ്. അത് ഇതല്ലാതെ മറ്റേതാണ്? ഓ, കാല് കുത്തിയില്ല, അതിനു മുമ്പ് ഒലിപ്പീര് തുടങ്ങി. എടാ, നീ ഒന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലത്തെ കണ്ടിട്ടില്ല. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ കയറിയൊന്നും വല്ല കന്നന്തിരവും കാണിച്ച ചവിട്ടി ഞാൻ പുറത്തറിയും എല്ലാത്തിനും. പ്രൊഡക്ഷൻ മോഡ് പോയിട്ടാரு. ആ എത്തിയോ? ഞങ്ങള് ഒരു വണ്ടി ആർട്ടിസ്റ്റുകളെ പ്രതീക്ഷിച്ചേ. മെയിൻ വണ്ടി പുറകെ വരുന്നുണ്ട്. നീ വണ്ടിയാ? അതെ, ഇവനാണ് നാടകം സംവിധാനം ചെയ്യുന്നത്. കാണുന്ന പോലൊന്നുമല്ല, അനുഗ്രഹീത കലാകാരൻ, പഴയ കലാപ്രതിഭ. കാര്യമൊക്കെ ശരി. ഈ മുതലിനെ ആദ്യം പറഞ്ഞു വിടും. ആദ്യം ഫെമിനാ ഷോ, ദേ ഇപ്പൊ നാടകം. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന്. ഞങ്ങളും ചോദിച്ചു. ഇവന്റെ അമ്മ വനജാന്റെ നിർബന്ധിച്ച ഞാൻ എന്ത് ചെയ്യും? നന്ദനയോടാണ് ചോദ്യം. എന്റെ വക ഞാനും ഉറപ്പ് തരുന്നു, യൂത്ത് ഫെസ്റ്റ് കഴിയുന്നവരെ ഫെമിനാ ഷോയുടെ കാര്യം ഇവ മിണ്ടില്ല. ഇനിയും വിശ്വാസമായില്ലെങ്കിൽ കുട്ടി കൈയൊന്നും നീട്ടിയേ. എന്തിനെ? സത്യം ചെയ്യും. സ്പർശനേ പാപം ദർശനേ പുണ്യം എന്ന് സംസ്കൃതത്തിൽ. ഇതേ പെശക് സ്ഥലമാണ്. എല്ലാവരും സ്വയം സൂക്ഷിച്ചോളണം. ചെറുപ്പോ ഇല വന്ന് മുള്ളു വന്ന് ഇലയിൽ വീഴും. മുള്ളിനാണ് കേട്. ഞാനേ ഒരു പൊതു തത്വശാസ്ത്രം പറഞ്ഞതാ.
ഹോസ്റ്റൽ. നിനക്കറിയാവോ 17 തികയാത്തൊരു പാൽക്കാരൻ പയ്യനെ 5 പെമ്പിള്ളാരും കൂടെ ബലാത്സംഗം ചെയ്തു കൊന്ന സ്ഥലാ അത്. എന്നെ നശിപ്പിക്കല്ലേ, എന്റെ ചാരിത്രം എന്നെ ഒരു സഹോദരനായിട്ട് കാണൂ. എന്താ ഒരു സംശയമുണ്ടേ, നിങ്ങളുടെ ഹോസ്റ്റലിൽ പാല് സപ്ലൈ ചെയ്യുന്ന ആരാ? അതെന്തിനാ പറയണേ? എനിക്ക് അതിന്റെ ബിസിനസ് തുടങ്ങിയ കൊള്ളാൻ ആഗ്രഹമുണ്ടേ. നല്ല ലാഭമാണ്. പേപ്പറിൽ വെച്ചിട്ടില്ലേ മിൽമ ലാഭത്തിൽ നിന്ന്. എല്ലാവരും പണിയായുധങ്ങളൊക്കെ എടുത്തോ. இல்ல வயசானவங்கள கூட்டு வந்துட்டாங்களா? കൈവിടല്ലേ അമ്മച്ചി, വീണ நீ പാട്ടിടാ. ആടും പൂത്തിലഞ്ഞയുടെ തണലും മണവും നിന്റെ വേണുഗാനവും ഞാൻ ഓർത്തു വെക്കും. ദുർണ്യതയില്ല. അങ്ങനെയല്ല കുട്ടി, നിന്റെ വേണുഗാനവും ഞാൻ ഓർത്തു. അത് അതിലും പോറ്. കുറച്ചുകൂടെ അലമ്പാക്കിയ ഇവളെ സീരിയൽ എടുക്കാം. രമണനും ചന്ദ്രികയും പിരിയാൻ തീരുമാനിച്ചിരിക്കുന്ന മുഹൂർത്തമാണ്. ഒന്ന് ഫീൽ ചെയ്ത് പറ. പെണങ്ങണ്ട മോളെ എന്ന് പെണങ്ങണ്ട. ഞാൻ കാണിച്ചുതരാം. അടകവും പൂത്ത ഉലഞ്ഞിട മടലും നിന്റെ വേണുനാഗവള്ളിയും തോർത്തിക്കൊണ്ടേയിരിക്കും. എന്റെ കുഴപ്പമില്ല, ഇത് നാടകത്തിന് സ്ക്രിപ്റ്റാ അല്ലെ കസായ കുറിപ്പ്. ആരുടെ കുറുന്നോട്ടും പേരും താഴെ സ്ക്രിപ്റ്റ് ചെയ്തേക്കണം. അതെ, സ്ക്രിപ്റ്റ് പോരാ, സ്ക്രിപ്റ്റും പേരുമില്ല, മുഹൂർത്തം ഇന്ന് പാലിന് ഉപ്പരും മുഹൂർത്തം. അതെങ്കിലും വേണ്ടേ നാടകത്തില്? ഹലോ, മഞ്ഞ നോക്കടാ. ഒതുക്കത്തിൽ നിന്ന് സീൻ പിടിക്കുകയാണല്ലേ? ഞങ്ങളിവിടെ തിരുവാതിര. നടക്കട്ടെ നടക്കട്ടെ. ഡയലോഗ് പഠിക്കും. ഡയലോഗ്സ് മാത്രം ഒന്ന് റഫായിട്ട് നോക്കിക്കഴിഞ്ഞാ പിന്നെ കല്യാണം പ്രമാണിച്ച് നീ വീട്ടു തുടങ്ങില്ലാന്നാ ഞങ്ങള് കരുതിയെ. വീട്ടു തുടങ്ങല്ലോ. ഞാനെന്താ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടാൻ പോവാ? അത്യാവശ്യത്തിനൊന്നും ഒളിച്ചോടിയാലും ഞങ്ങൾ ആരും കുറ്റം പറയില്ല. ഇതിനെയും കെട്ടിയെടുത്തിട്ടുണ്ടോ? അതെ, തീരെ സമയം ഉണ്ടായിട്ടല്ല, പിന്നെ എല്ലാരും നിർബന്ധിച്ചപ്പോ. അതെ, അന്നമ്മേനെ കണ്ടിട്ടാ ഞങ്ങൾ ഈ നാടകം എന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പപ്പ ആ ഡയലോഗ് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ആടും ഓടലോടകവും വേണുനാഗവള്ളിയും നെടുമുടി വേണം. വരട്ടെ വരട്ടെ. ഏതോ വളർന്നത് നാടകം തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് ഷാമുമായിട്ട് ഒരു ഡയലോഗ് ഉണ്ട്. ആരുമായിടാ? ഞങ്ങള് മാറിത്തരണ. വേണ്ട, ഞങ്ങള് മാറി നിന്നോളാം. ചേട്ടൻ വന്നേ. ചേട്ടാ എനിക്ക് ഇത് ബാധരിക്കാതെ ഇருக்கு. പെട്ടെന്നൊരു ഐഡിയ കിട്ടി. വല്ല കാണാപ്പുളി അടിയായിരിക്കുള്ളൂ, അല്ലാതെ ഈ തലയിൽ എന്ത് വരാനായിട്ട്. സ്ക്രിപ്റ്റ് എഴുതി പറ ഇവங்க രണ്ടുപേർക്കും. ഷ്യാം മാനുവലിനെ കണ്ടിരുന്നോ? നമുക്ക് പിന്നെ സംസാരിക്കാം. അവിടെ റിഹേഴ്സല്. മാനുവലിനെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞേ? നമ്മൾ തമ്മിൽ പ്രേമമാണെന്നോ? ആണോ? ഇത് എന്ന് തുടങ്ങി? എടി പോത്തെ, ഞാൻ നിന്നെ സേവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. അത് പോത്തേന എരുമ. കല്യാണം പ്രൊസീഡ് ചെയ്യുന്നു കേട്ടപ്പോ അങ്ങനെ പറയാൻ എനിക്ക് തോന്നിയത്. ഇയാളോട് ഞാൻ പറഞ്ഞോ എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ലെന്ന്? എന്റെ കാര്യത്തിൽ ഇടപെടുമ്പോ അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. ഓ സോറി, ഒരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ തന്നെ പോയ മണഗുണാഞ്ചനോട് പറഞ്ഞേക്കാം, ഒക്കെ ഒരു നുണയായിരുന്നു. പോരെ? മര്യാദക്ക് സംസാരിക്ക്. ഞാൻ കെട്ടാൻ പോണ ആളാ. അയാൾക്ക് നല്ലൊരു പേരുണ്ട്, മാനുവൽ. വേണമെങ്കിൽ മനുവായിട്ടാന്ന് വിളിച്ചോ. ഒരു മാനുവലും ഓട്ടോമാറ്റിക് മാനുവൽ ഓട്ടോമാറ്റിക് ചോദിക്കണ്ട. ഇഷ്ടമാണെന്ന് നിന്റെ വായിന്ന് തന്നെ കേൾക്കാൻ വേണ്ടിട്ടാണ് അവള് ചോദിച്ചത്. അപ്പോഴാണ് നിന്റെ ഒരു മുടിഞ്ഞ നമ്പർ. അയ്യോ, എനിക്ക് മനസ്സിലായതേ ഇല്ല. പാവം. അവളെ ഇപ്പൊ ശരിയാക്കി തരാം. ശരി. വാ നോക്കാം. ഈ ഡയലോഗ് ഒന്ന് പഠിക്കട്ടെ. പഠിക്കണ്ട, കണ്ട പെണ്ണാണെന്ന് തോന്നുന്ന ആരെങ്കിലും വേണം നായികയായിട്ട്. ഇത്രയും കാലം ആണുങ്ങൾ ഇല്ലാതെയാണ് ഇവിടെ നാടകം കളിച്ചിരുന്നത്. അതുകൊണ്ടാണല്ലോ കൊട്ടക്കണക്കിന് ചാമ്പ്യൻഷിപ്പ് ആയിട്ട് ഇങ്ങോട്ട് വന്നത്. കൊട്ടയില് വേണ്ട, ചിരട്ടയിലെങ്കിലും കൊണ്ടുപോവാ ഒരു ചാമ്പ്യൻഷിപ്പ്. എന്നിട്ട് പറ എന്താ സംഭവം? ഏയ് ഇവള് ശരിയാവില്ല. ഈ നായകനും നായികയായിട്ടൊക്കെ അഭിനയിക്കുമ്പോ ജലസിയൊക്കെ പറയാനാണ്. നന്ദു നീങ്ങ വന്നു. ഗിയറല്ലടി, ഞാൻ ബ്രേക്ക്. അതെ കൊച്ചു കുട്ടികളെ പോലെ നമുക്ക് നോക്കാം. പ്രേമായിന്നാ ഞങ്ങള് അപ്പൊ ദേ വീണ്ടും എനിക്ക് അവനോട് ഭയങ്കര ഫ്രെയിമാടി. നീ ഒന്ന് പറഞ്ഞ് ശരിയാക്കി തരണേ. അതെ, ചേച്ചിയുടെ അസുഖം അത് തന്നെയാ. എന്റെ ജീവശ്വാസം ഒഴുകിപ്പോയി ഈ വേണുവിൽ ഇനി ഒരു ഗാനവും അവശേഷിക്കുന്നില്ല. ചന്ദ്രികേ കമോൺ. അല്ല വരൂ. എന്താ അഭിനയം! ഇവള് ബാഹുലേന്റെ മോള് തന്നെ. നല്ല ചളിപ്പുണ്ടോ നോക്കിയേ. ആ കൈയോടെ വെച്ചേ. ശുഭകാമനകളുടെ ഈ രാത്രിയിൽ ചന്ദ്രികേ. ഇതൊന്നും സീനിലില്ലാത്ത നന്ദു ഞാൻ പഠിപ്പിച്ചോളാം. പിടിച്ചിരിക്കാനാണ് ആളെ നോക്കണം. ഇവള് വേണ്ട. നന്ദു ഇങ്ങ് വരൂ.
കൊടുപടാ. സൂസമ്മോ നന്ദു കൊള്ളാം. ഈ പ്രണയമൊക്കെ പറയുമ്പോ ഒരു ഫീൽ ഉണ്ട്. ഒരു പെണ്ണാണ് പറയുന്നതെന്ന് തോന്നും. അതാണ് നായിക. തല കുനിച്ചു നിന്ന് കാലോണ്ട് നിലത്തെ ആഫ്രിക്കയുടെ ഒരു മാപ്പും വരച്ച് കുറച്ച് പൈങ്കിളി വർത്താനവും പറഞ്ഞാലേ നായികയാവുന്നുണ്ടോ? കഷ്ടം. നായകൻ ഇപ്പോഴും 4-ാം നൂറ്റാണ്ടിന് ബസ് കിട്ടിയിട്ടില്ല. ഏത് നൂറ്റാണ്ടിലായി പ്രേമം എന്ന് പറഞ്ഞ ഇത്തിരി പൈങ്കിളിയാ അല്ലേ ശ്യാമേ? പിന്നല്ലാതെ. റിഹേഴ്സൽ എവിടം വരെയായി? ആ നന്ദു അല്ല നന്ദന ഡയലോഗ് പഠിക്കാ. ആഹാ നന്ദനയുണ്ട് നാടകത്തില്. ഇപ്പൊ നായകൻ നന്ദനയാ മാം. അപ്പോ ആനിന് എന്ത് പറ്റി? അത് ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചു, പക്ഷെ ആൻ സമ്മതിക്കുന്നില്ല. ശ്യാമിന്റെ അഭിനയം പോരാ മാം. ഈ ഉള്ളിലുള്ള ഫീലിങ്സ് പുറത്തേക്ക് വരുന്നില്ല. അതിനല്ലേ റിഹേഴ്സൽ. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ടാ മാം. രണ്ടുപേരുടെ ഉടക്ക് തീരുന്നത് വരെ. വീണ്ടും തുടങ്ങിയോ? ദേ വഴക്കൊക്കെ പെട്ടെന്ന് തീർത്ത് റിഹേഴ്സൽ തുടങ്ങും. ഓക്കെ മാം. നമുക്ക് അങ്ങനെ ഒരു ഡയലോഗ് ഇട്ടാലോ? നന്നായിരിക്കും. കണ്ടോ ഞാൻ പറഞ്ഞല്ലേ. പക്ഷേ ഇതില് വേണ്ട. ഇവന്റെ ഐഡിയ. മോനെ ശ്യാം, ഫോട്ടോ വന്നിരിച്ചു. അയ്യോ ഇതാരടാ? നിന്റെ ഭാവി അമ്മായിയപ്പ. അങ്കിൾ എന്താ ഇവിടെ? മോനെ ഒന്ന് കാണാൻ വന്നതാ. 5 മിനിറ്റ് ഒന്ന് ഇരിക്കെ. ഫോട്ടോ സുന്ദരിച്ച്. ഞങ്ങൾ വന്നോളാം. ശരി. അല്ല ഇയാള് ഇത് വേണ്ട അങ്കിൾ, ഞാൻ ഇവിടെ നിന്നോളാം. എന്താ അങ്കിൾ? ഇതൊന്ന് നോക്കിയേ. അങ്കിൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. അയ്യോ ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവും. അങ്കിൾ ഇത് ഞങ്ങളുടെ പ്രീത. ഡ്രാമ. ഒരു വിശദീകരണവും അങ്കിള് ചോദിക്കുന്നില്ല. മോൻ മിടുക്കനാ, മിടുക്കൻ. എന്റെ മോളും അതെ, എന്റെ മൂത്ത മക്കളെ പോലെ തന്നെ. അങ്കിൾ ഇത് ആരും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. മോൻ ഏതാ? ഞാൻ ശ്യാമിന്റെ ഫ്രണ്ടാ. ഫ്രണ്ട് മോൻ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരി, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. മക്കൾ എന്താ തീരുമാനിച്ചിരിക്കണേ? ഒളിച്ചോടി രജിസ്റ്റർ ചെയ്യാനോ അതോ മാന്യമായിട്ട് മാലയിടാനോ? ഇതിലേതാണ് അങ്കിളിന് സൗകര്യം? ഇതിലേതാണെങ്കിലും ഈ അങ്കിളിന് സൗകര്യമില്ല. പറഞ്ഞു മനസ്സിലാക്കിയിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ മോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്താ ചെയ്യുക? ഒരു തീരുമാനം വേണ്ടേ? ദേ അവരെ കണ്ടോ, പുറത്തോട്ട് ഇറങ്ങുകയല്ലേ. പിന്നെ അവരിങ്ങോട്ട് കേറിയാൽ നമ്മളായിട്ട് എന്തിനാ ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഇനി ഇഷ്ടം പോലെ ചെയ്. பட் வந்து ஹீரோயின் தான் இருப்பாங்க, மிஸ் அண்டர்ஸ்டாண்டிங் ஆக போகுது. നീ എന്താ കാട്ടണ? ஹீரோயின் எடுப்பாங்க மிஸ் அண்டர்ஸ்டாண்டிங். കണ്ടോ? ஏன்னா இன்னொருத்தவங்க எடுத்தது அவர் பார்க்கல. ഇവിടെ നിന്ന് കണ്ടോ? ஓ அந்த போட்டோஸா? വണ്ടി എടുക്കു സുരേന്ദ്ര. நான் வந்து அடிக்க ஆரம்பிச்சது சொல்றேன். ഇല്ല தெரியலவா? இவர் டி-ஷர்ட் நல்லா இருக்கு இந்த படம். ஒரு 5 பேர் தானா? ചേട്ടന്മാർ അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. அடி ஒன்னு காலி 4 பேரா? இதெல்லாம் எங்களுக்கு அல்வா சாப்பிடுற மாதிரி. சார் நான் கூட ஒரு ஊரே வந்திருக்கும்னு நினைச்சேன். அதான் கிளைமேக்ல ஒரு ட்ரை பண்ண. கிளைமேக்ஸா? ஒரு கொடகாலி. எனக்கு தெரிஞ்ச போட்டோ எடுத்தது பிரீதா. இருக்கலாம். ஆம்புலன்ஸ். அவன் அடிக்கிறதுலதான் கொடை ஆடுன்னு நினைச்சேன். இன்னொரு പോലീസ് കേസാ? ശ്യാം എന്താ എന്താ പറ്റിയത്? നിന്റെ ഫോട്ടോഗ്രാഫി സ്കിൽസിന് എനിക്ക് കിട്ടിയ സമ്മാനമാ ഇവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന്. ഇത്രയ്ക്ക് ദുഷിപ്പാണോടി നിന്റെ മനസ്സിൽ? എന്റെ കാര്യം പോട്ടെ, നീ ഇവളെ പറ്റി ഓർത്തോ? എന്തിനായിരുന്നു ഇതൊക്കെ? എന്നോട് ജയിക്കാനോ? അതിന് ഇത്രയ്ക്ക് ചീപ്പാവെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്നോട് ഉടക്കിയതും പിണങ്ങിയതും ഒക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടേ ഉള്ളൂ. അതെനിക്ക് ഇഷ്ടമായതുകൊണ്ടാ. ഇഷ്ടമായതുകൊണ്ട് തന്നെ അടി വെടക്കെ നിന്നെ കെട്ടാൻ വന്നോട് ഞാനന്ന് അങ്ങനെ പോയി പറഞ്ഞത്. ഹോ, ആദ്യമായിട്ട് പ്രേമം തോന്നിയ ഒരു സാധനം അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. മതി, നിർത്തി. ഇതോടെ തീർന്നു സകലതും. ഞാനല്ലേ ഇത് ചെയ്തത്? ഞാൻ അതെ ഞാൻ തന്നെയാ. ഇത് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം ചെയ്തതല്ല, നിനക്ക് 2 എണ്ണം കിട്ടാൻ കൂടി വേണ്ടി ചെയ്തതാ. കിട്ടിയ ആവശ്യത്തിന് മതിയല്ലോ. എന്താണത്? ரெண்டுமே ஓவர் போர்டு போயிட்டாங்க. இவங்க செய்யலன்னு சொல்ல வேண்டியது. നിന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ സ്റ്റേജിൽ കയറിയത്. എന്നിട്ട് നീ എന്റെ മുമ്പിൽ കാണരുത് നിന്നെ. നന്ദു
കൊല്ലം കുറയായി കൂടെ നടക്കുന്നു. ഇങ്ങനൊരു വൃത്തികേട് ഞാൻ ചെയ്യൂന്ന് നീ വിശ്വസിച്ചു അല്ലേ? വിശ്വസിച്ചോ? അല്ലാന്ന് തെളിയിക്കാൻ എനിക്ക് മനസ്സില്ല. അറിയോ, എനിക്ക് ഇഷ്ടമായ മാത്രം പോരാ, നിന്നെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുമെന്ന് മത്തായിച്ചനോട് ബെറ്റും വെച്ച് ഇറങ്ങിയതാ ഞാൻ. ഒരേ വേവ് ലെങ്ത് ആണ്, മണ്ണാൻ കട്ടിയാണെന്നൊക്കെ തോന്നിയത് എന്റെ തെറ്റാ. മതി, ഇതിങ്ങനെ തന്നെ അവസാനിപ്പിച്ചേക്കാം. பட் அவங்க தான் ப்ரொவோக் பண்ணாங்க ஆக்சுவலி. இவர் கை நீட்டி இருக்க கூடாது. എന്തായാലും നീ കൈവച്ച ശരിയായില്ല. കൈ വെച്ചു, പറ്റിപ്പോയി. பண்ணி போய் സാരമില്ല, കെട്ട് കഴിഞ്ഞ് കിട്ടേണ്ടതിന്ന് അവൾ ഒരെണ്ണം കുറച്ചോട്ടെ. മത്തായിച്ച, നമ്മുടെ നല്ല ബെറ്റ് approach. പൊളിഞ്ഞു. തോറ്റത് മത്തായിച്ചനാ. ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശ്യാം പറഞ്ഞു എന്നെ ഇഷ്ടാണെന്ന്. അതെ, സത്യം. പക്ഷെ മത്തായിച്ചൻ പറഞ്ഞതാ ശരി. ഈ പാസിംഗ് ഫാൻസി പോട്ടെ മത്തായിച്ച, നമ്മളത് വേണ്ടെന്ന് വെക്കുന്നു. வேற ரூம் போறாங்களாம். ஓகே, பார்ட் 3 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 4ல சந்திப்போம். நன்றி, வணக்கம்.